ചില ആളുകൾ അവരെവിടെ ചെന്നാലും സുഗന്ധം പരത്തും, സ്നേഹം വാരി വിതറും. ചില ആളുകളോ എവിടെ പോയാലും ദുർഗന്ധം, ദുഷ്ടത വിതറിക്കൊണ്ടിരിക്കും. നിങ്ങൾ എങ്ങനത്തെ ആളാണ്? മൈൽസൂട്ട് 36-ാം ദിവസം. ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ 2 മക്കളെ ഒരു ഗുണപാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വളരെ ചെറിയ ഒരു എമൗണ്ട് കൊടുത്തിട്ട് 2 പേർക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ 2 റൂം നിങ്ങൾ ഓരോരുത്തരും ആ റൂമുകൾ ഈ തുക ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നിറയ്ക്കണം. 1ാമത്തെ മകൻ ഓടിപ്പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും ഈ വേസ്റ്റ് ആയി കിടക്കുന്ന സാധനങ്ങൾ നിസ്സാര വില കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് ആ റൂം നിറച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ റൂമിൽ ആകെ ദുർഗന്ധമായി. 2ാമത്തെ മകൻ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അദ്ദേഹം പോയിട്ട് ഒരു ചെറിയ മെഴുകുതിരി വാങ്ങിച്ചു, ഒരു ചന്ദനത്തിരി വാങ്ങിച്ചു. മെഴുകുതിരി ആ റൂമിൽ കത്തിച്ചു വെച്ചു, ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു. റൂം ആകെ നല്ല പ്രകാശപൂരിതം, സുഗന്ധം. അച്ഛൻ വന്ന് നോക്കിയപ്പോഴോ ആദ്യത്തെ റൂമിലേക്ക് പോകാൻ പറ്റുന്നില്ല, ദുർഗന്ധം. 2ാമത്തെ റൂമിൽ ചെന്നപ്പോൾ പിതാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് ജീവിതം. നമുക്ക് നമ്മളുടെ ഹൃദയത്തെ ദുർഗന്ധമായിട്ടുള്ള ചീത്ത സാധനങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് നിറച്ചു വെച്ച് മറ്റുള്ളവരിലേക്കും അത് പകർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ അതേസമയം നമ്മുടെ കയ്യിലുള്ള എന്താണോ ഒരു കൊച്ചു അറിവ്, ഒരു കൊച്ചു നോളജ്, വാട്ടെവർ നല്ലതാണെങ്കിൽ അത് ഇങ്ങനെ കത്തിച്ചു വെച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും മറ്റുള്ളവരുടെ മനസ്സും ഹൃദയവും ഒക്കെ സുഗന്ധം കൊണ്ട്, സ്നേഹം, വാത്സല്യം, സന്തോഷം ആകുന്ന സുഗന്ധം കൊണ്ട് നിറയ്ക്കുവാൻ ശ്രമിക്കണം.